വെൽക്കം ടു റോബോട്ട് വല എഞ്ചിനീയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പെൻഡന്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു OLP എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ റോബോട്ട് സ്റ്റുഡിയോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു കോഡ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പതിവ് പോലെ നിങ്ങൾ ആദ്യം പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് റോബോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം കൺട്രോളർ ടാബിലോട്ട് പോയിട്ട് കൺട്രോൾ ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടാസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൊഡ്യൂൾസ് കാണും. മൊഡ്യൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റുട്ടീൻസ് ഇവിടെ കാണാൻ പറ്റും. സോ ഞാൻ തൽക്കാലം ഈ ഒരു പോർഷൻ കളയാണ്. ഇത് നമുക്ക് വേണ്ട. നമ്മൾ OLP ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമറിന്റെ പേരും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളോട് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഇപ്പോഴും പറയുന്നതാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇൻബിൽഡ് ആണ്. പ്രൊസീജിയർ മെയിൻ എന്ന് പറയുന്നത് ഇൻബിൽഡ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തൊരു പ്രോസസ്സും റോബോട്ടിനെ ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡീബഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി ആ ഒരു ലൈനിലോട്ട് പോകാനും അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാനും അതാണ് ഉപകരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഈ ടീച്ചിങ്ങിന്റെ എല്ലാ സമയത്ത്. ഞാൻ ഒരു പ്രൊസീജിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് PROC, പ്രൊസീജിയർ. ഇവിടെ എന്റെ പ്രൊസീജിയർ എന്നുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ടാബ് പ്രസ് ചെയ്യുക. ഒരു വട്ടം കൂടി ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു യെല്ലോ ലൈനും ഗ്രീൻ ലൈനും എല്ലാം നിങ്ങൾക്ക് കാണാം. ഈ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോഡ് കൺട്രോളറിൽ റൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺട്രോളർ ഷിഫ്റ്റ് യെസ് പ്രസ് ചെയ്യുക. കണ്ടോ, എൻ്റെ ഒരു പുതിയ പ്രൊസീജിയർ ഇവിടെ സേവ് ആയി. നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഞാൻ നേരത്തെ കൊടുത്ത പോലെ എന്ത് ചെയ്യുന്നു, പിക്ക് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ പ്രൊസീജിയറിന്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ടീച്ചർ എന്ത് ചെയ്ത പോലെ നമ്മൾ മോഷൻ പ്രോഗ്രാംസ് ആഡ് ചെയ്തില്ല, അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുന്നു. ആദ്യത്തെ മൂജെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റിൽ നിന്ന് മൂജെ സെലക്ട് ചെയ്ത് ടാബ് ഒരു വട്ടം പ്രസ് ചെയ്യുന്നു. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മൂജെ ഇവിടെ ബിൽഡായി. ഇതെന്റെ റോബോട്ടിന്റെ ഇനീഷ്യൽ ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു മൈൻഡിൽ തോട്ട് വേണം റോബോട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എന്റെ മൂജെ ആദ്യം ഞാൻ ഇവിടെ സേവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ആർഗ്യുമെന്റ് കണ്ടില്ലേ, ഇവിടെ എനിക്ക് എന്ത് വേണം, എന്റെ റോബ് ടാർഗറ്റ് എനിക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഹോം, അതായത് ആദ്യം എന്റെ റോബോട്ട് ഹോമിലല്ലേ ഉണ്ടായിരിക്കാം. ഓക്കെ, ഹോം പൊസിഷൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു റെഡ് ലൈൻ വന്ന് കിടക്കുന്ന കാണാൻ പറ്റും. റോബോട്ടിന്റെ കൺട്രോളറിനെ അറിയില്ല നമ്മളിത് എന്ത് ഡാറ്റയാണ് നമ്മളിപ്പോ ഇതില് ഡിക്ലെയർ ചെയ്തത്. അതിന് നമുക്ക് എന്ത് വേണം, ആദ്യം ഡാറ്റ എന്താണ് എന്ന് നമ്മളിത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ മുമ്പത്തേല് നമ്മൾ ടീച്ച് വെന്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അത് കൊടുക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ പോയിന്റ് അല്ലെങ്കിൽ ഹോം പൊസിഷൻ, അതുപോലെ പിക് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോൾ നമ്മൾ ആസ്ട്രിക്കും ഡബിൾ ക്ലിക്കും നടത്തി നമ്മളത് ഡിക്ലെയർ ചെയ്തിരുന്നു അല്ലേ. അതേപോലെ ഇവിടെയും ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ റോബ് ടാർഗറ്റ് എന്തിലായിരിക്കും, ഏത് സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും, പെർസിസ്റ്റന്റ് ആയിരിക്കും അല്ലെ. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർസിസ്റ്റന്റ് ആയിരിക്കും. ഡാറ്റ ടൈപ്പ് എന്താണ്, ആ ഒരു പോയിന്റിന്റെ റോബ് ടാർഗറ്റ്. റോബ് ടാർഗറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ടാബ് രണ്ടോട്ടം പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഐഡിയുടെ സ്ഥലത്ത് നമ്മൾ ഈ ഒരു പേര് കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ എന്തായി, ഇവിടെ ഡാറ്റ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിവിടെ യൂസ് ചെയ്തപ്പോൾ ഈ എറർ പോയി. ഇതെന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കോർഡിനേറ്റ് വാല്യൂസ് ആണ് വരിക. ആദ്യത്തെ മൂന്നെണ്ണം XYZ ആക്സിസിന്റെ XYZ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് പോസ്റ്റ് ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ പൊസിഷൻ, റോബോട്ടിന്റെ പൊസിഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് ആദ്യത്തെ ഒരു 3 വാല്യൂസ് വരിക. രണ്ടാമത്തെ നമുക്ക് ഓറിയന്റേഷൻ, റോബോട്ടിന്റെ ഓറിയന്റേഷൻ, അതുപോലെ തന്നെ ക്വാഡ്രിനിയോൺ വാല്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഡാറ്റാസ് എന്ന് പറയും. അടുത്ത 4 അതായത് റോബോട്ടിന്റെ ഒരു പോയിന്റിലോട്ട് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിന്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. റോബോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും ഏതാണ് സേഫസ്റ്റ് പോയിന്റ് എന്ന് നോക്കിയിട്ട്. ഓക്കെ, അടുത്തത് നമുക്കൊരു എക്സ്റ്റേണൽ ആക്സസ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് ആണ് വരിക. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ഷിഫ്റ്റ് എസ് അമർത്തി ഇത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ നമ്മൾ റോബോട്ടിന്റെ മോഷൻസ് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ തൽക്കാലം കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ആലോചിക്കാം, ആദ്യം ഹോം പൊസിഷനിലായിരിക്കും, അതിനുശേഷം എന്റെ റോബോട്ട് പിക്ക് സേവ് പൊസിഷനിലോട്ട് പോകണം. അതായത് പിക്കിന്റെ തൊട്ട് മേലെയുള്ള പോയിന്റിലോട്ട് പോകണം. അതിനുശേഷം എന്ത് ചെയ്യണം, റോബോട്ട് പിക്ക് ചെയ്യണം. അതിനുശേഷം അഗെയിൻ എന്റെ റോബോട്ട് പിക്ക് സേഫിലോട്ട് തിരിച്ചു പോകണം. അതിനുശേഷം ഇത് ഹോമിലോട്ട് തിരിച്ചു പോകണം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ പ്രോഗ്രാം ചെയ്തു, എനിക്കിവിടെ എറേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ ഡിക്ലെയർ ചെയ്തപോലെ അഗെയിൻ ഇത് ഡിക്ലെയർ ചെയ്യാം. കണ്ടോ, ഇത് ഞാൻ സേവ് ചെയ്യുന്നു, അപ്പൊ ഈ എറർ എല്ലാം പോയി. ഇങ്ങനെയാണ് നമ്മളൊരു OLP ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ശേഷം ഫ്ലെക്സ് പെൻഡന്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാനുവലിലോട്ട് സ്വിച്ച് ചെയ്ത്
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നമ്മളിവിടെ ചെയ്തത് പെൻഡന്റിൽ ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇപ്പോൾ ഇതിൽ നമ്മൾ ഓരോ പോയിന്റും സെലക്ട് ചെയ്ത് മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോർഡിനേറ്റ്സ് അവിടെ സേവ് ആവും, റോബോട്ടിന്റെ കോർഡിനേറ്റ്സ്. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ മെയിൻ പ്രൊസീജിയറിലോട്ട് ഇത് കോൾ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. സോ മെയിൻ പ്രൊസീജിയർ സെലക്ട് ചെയ്യുക, അവിടെ പിക്ക് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് റുട്ടീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഓട്ടോയിൽ ഇടുമ്പോൾ ഈ ഒരു റുട്ടീൻ റൺ ആവും. സോ ഇങ്ങനെയാണ് ഒരു OLP നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ ലോജിക്ക് നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. സോ അത് ഇനി വരും ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.